കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വളർന്നു വരികയും ഇങ്ങനെ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യും. അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മാനസികാവസ്ഥ, നിങ്ങൾ അഡ്വൈസ്? അല്ല, അദ്ദേഹത്തിന്റെ ഈ 20 വർഷം കൊണ്ടാണ് അദ്ദേഹം ഈ സാമ്രാജ്യം മുഴുവൻ പടുത്തുയർത്തിയത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം എക്സ്ട്രാ ഓർഡിനറി ടാലന്റുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ എല്ലാ സ്റ്റേജുകളും ഒരു വളരെ താഴ്ന്ന രീതിയിൽ വളരെ ബേസിക് ആയ ലെവലിൽ വർക്ക് ചെയ്തിട്ട് കിടക്കുന്നത്. അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു വേറെ കാര്യം, നമ്മുടെ ഒരു സമൃദ്ധിയിലും സമ്പത്തിലും ഇത് ആദ്യത്തെ ഒരു വ്യക്തിയല്ല. ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതെല്ലാം അറക്കൽ ജോയിയുടെ കേസില് പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് ഷെട്ടി ദുബായിൽ നിന്ന് ബാൻ ചെയ്ത് ഫ്ലൈറ്റ് കയറിയപ്പോഴാണ് അറക്കൽ ജോയി ജീവൻ കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് പല കഥകളും എണ്ണ കടത്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കഥകളും കേൾക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് മരിക്കുന്നത് കടക്കടിയിലായിട്ടാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ കടമില്ലാതെ കച്ചവടം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതെ, അദ്ദേഹത്തിന്റെ ഈ അപ്പാർട്ട്മെന്റ് ബിസിനസ്സിൽ തന്നെ അദ്ദേഹം ഒരു പുതിയ ചരിത്രം ഉണ്ടായിരിക്കും. സാധാരണ ഈ കടം വാങ്ങിച്ചിട്ട് ലോൺ എടുത്തിട്ട് തുടങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ്. അതെ, എല്ലാവരും ലോണാണ്. അതില്ലാതെയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു പുതിയ ചരിത്രം രചിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് പുള്ളി ജീവിക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സമൃദ്ധിയിൽ അല്ലെങ്കിൽ സമ്പന്നതയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ സമൃദ്ധി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് താങ്കൾ പറഞ്ഞത്, ഇതെന്റെ ക്രിയേഷൻ ആണ് എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ചില അപകടമുണ്ട്. പ്രകൃതി തന്നതാണ് ഈ സമൃദ്ധി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്ത്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാക്കുകൾ എടുത്ത് അവര് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് അതിനോട് അറ്റാച്ച്ഡ് ആയിരിക്കില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ വർത്തമാനത്തിനൊരു ഡബിൾ മീനിങ് ഉണ്ടെന്നാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ആ ഡബിൾ മീനിങ് അല്ല, ഇതിൽ മനുഷ്യരായ നമ്മുടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത് എന്റേതല്ല എന്നുള്ളൊരു ബോധം, ഇത് എന്റേതാണ് എന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഗംഗയുടെ തീരത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് വസ്തുക്കൾ അതിലൂടെ ആ പുഴയിലൂടെ ഒഴുകി പോകുന്നത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നോക്കിയിട്ടാണ്. നമ്മുടെ ഒരു വില കൂടിയ മൊബൈൽ ഫോൺ അറിയാതെ തെറിച്ച പുഴയിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടി കാല് ഇടറി ആ പുഴയിലൂടെ ഒഴുകി വരുന്ന കാണുമ്പോൾ നമുക്ക് ആ സ്വസ്ഥതയോടുകൂടി ഇരുന്ന് ആ പുഴയെ ആസ്വദിക്കാൻ പറ്റില്ല. അത് എന്റേതാണ്. ഇതേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വിഷമം, സങ്കടം, ദേഷ്യം, ഇതൊക്കെ നമ്മുടെ ചിന്തകളിലൂടെ മനസ്സിലൂടെ വരുമ്പോൾ ആ മനസ്സിനെ, ആ വികാരങ്ങളെ ഒരു സാക്ഷ്യഭാവത്തിൽ നമ്മൾക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ചെറിയൊരു ഈഗോയിസ്റ്റ് ആണെന്ന് സുഹൃത്തുക്കൾ പറയുന്നത്. ശരിക്കും ഞാൻ ആണ് ഇങ്ങനെ ഒരാൾക്കായിട്ട് ഈ ലോകത്ത് ചെയ്യുന്നില്ല. ഞാൻ നിന്നാലും അതിന് ചുറ്റും കുറെ മനുഷ്യര് ഉണ്ടെങ്കിൽ എന്തും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ബോധം ഇല്ലാത്തതാണ് യഥാർത്ഥം. ചാരിറ്റി, അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്തു. അദ്ദേഹം ഒരുപാട് സമ്പത്ത് മനുഷ്യനെ ചേർത്തു ഒരുപാട്. ഇതൊക്കെ പറയുമ്പോഴും ഇദ്ദേഹം ഇത് ചെയ്തു എന്ന് പറയും. അതിപ്പോ നമ്മൾ ഈ സമൃദ്ധി മുഴുവൻ എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. നമ്മൾ പൊതുവെ പറയാറുണ്ട്, ലോക കല്യാണത്തിന് വേണ്ടി, ലോക ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇത് എന്റേതല്ല എന്നൊരു ചിന്തയിൽ മാത്രമേ നമുക്ക് ഈ സമ്പത്ത് ഏറ്റവും കുന്നുകൂടി കഴിഞ്ഞ് ഇതിനെ ഒന്നും ചെയ്യാനില്ല, എല്ലാം നേടിക്കഴിഞ്ഞു, താങ്കൾ പറഞ്ഞു, എല്ലാം നേടിക്കഴിഞ്ഞു എന്നൊരവസ്ഥയിലാണ് പുള്ളി നിൽക്കുന്നത്. ആ അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്, ഒരു ദുരന്തം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ വ്യവസായികൾക്ക്, ഇതുപോലെയുള്ള വലിയ സംരംഭകർക്ക്, ലോകത്തിലെ എല്ലാ കോടീശ്വരന്മാർക്ക് നൽകേണ്ട ഒരു സന്ദേശം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവിതാംകൂർ രാജവംശം വ്യവഹാരത്തിലൂടെ അവർ ഒരുപാട് സമ്പത്ത് കൂട്ടി വെച്ചു. ഈ സമ്പത്തുകളൊന്നും തന്നെ ആ രാജാക്കന്മാർ കൈയടക്കി വെച്ചിട്ടില്ല. അവരത് ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചായ ഒരു ദൈവം രാജാവ് ശ്രീ പത്മനാഭനായിരുന്നു. കോടാനുകോടി കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെയാണ് ഇത് ഈ ട്രാവൻകൂർ രാജാക്കന്മാര് അവരുടെ സമ്പന്നതയിൽ നിൽക്കുമ്പോഴും ഇത് എന്റേതല്ല എന്നുള്ള ബോധത്തോടു കൂടിയാണ് അവർ രാജ്യം. അങ്ങനെ വിരുദ്ധാഭിപ്രായമുണ്ട്.
അല്ല അത് കൗണ്ടർ പറയാനുള്ള ആളിവിടെ ഇല്ല. പക്ഷെ അത് ഒന്ന് രണ്ട് ചർച്ചയിൽ അതിന് കൗണ്ടർ വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. പക്ഷെ എന്റെ ചിന്തയിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ചിന്തയിലൂടെ വരുന്ന ഈ വികാരങ്ങളെയൊക്കെ അവർക്ക് ഒരു അതിഥിയെ പോലെ സ്വീകരിച്ച് ഇരുത്തി സന്തോഷത്തോടു കൂടി അതിനെ ഡീൽ ചെയ്ത് പറഞ്ഞു വിടാൻ പറ്റുമായിരുന്നു. ഒരു നിമിഷം അദ്ദേഹം പാളിപ്പോയി. തിരിച്ചു വരാം മനോജ്. 20 വർഷം കൊണ്ട് കടമില്ലാതെ എന്ന് പറഞ്ഞാൽ കടമില്ലാതെ കോടാനുകോടികളുടെ സമ്പാദ്യം ഉണ്ടാകുക, അതിന് നിങ്ങൾ ഒരു വർഷങ്ങളോളം ഈ രംഗത്തുണ്ടായിരുന്നുണ്ട്. മാത്രമല്ല മന്ത്രിമാരുടെ സഹയാത്രികനായിരുന്ന ആളാണ് താങ്കൾ. എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? അങ്ങനെ കടമില്ലാതെ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ആദ്യം തുടക്കം ഇവിടെയാണല്ലോ, അത് കഴിഞ്ഞാണ് വിദേശത്തേക്കൊക്കെ പോകുന്നത്. എത്രമാത്രം സാധ്യമാണ്? അതിൻ്റെ ഒരു മെക്കാനിസം എന്തായിരിക്കും? കടമില്ലാതെ ബിസിനസ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളൊരു നമ്മുടെ കാഴ്ചപ്പാട് ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കടം വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, അദ്ദേഹം കോൺഫിഡൻസിൻ്റെ ഒരു മറുവാക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ടാണ് ആ ഗ്രൂപ്പിന് അദ്ദേഹം കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പേരിട്ടത് എന്ന് പോലും തോന്നുന്നു. എനിക്ക് അദ്ദേഹമായിട്ട് വളരെ അടുത്ത ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അതേക്കുറിച്ച് പറയാൻ പറ്റില്ല. ഇവിടെ കടം വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മുടെ നാട് ഇപ്പം ഇവിടെ ഇപ്പോൾ കണ്ണൂരിലോ അല്ലെങ്കിൽ ഈ പ്രദേശത്തിലോ ഒരു ചെറിയ സ്ഥലത്തോ എടുത്താൽ ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങുന്ന ഒരാൾ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അവൻ അതിൻ്റെ മുതലാളിയാണ്. പിന്നെ അവൻ അവിടെ തൊഴിലാളിയെ വേണം. അപ്പോൾ അതിൻ്റെ വരുമാനം അവിടെ നിന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നത് ആലോചിക്കുന്നേ ഇല്ല, ചിന്തിക്കുന്നില്ല. അവന് വണ്ടി വേണം. അപ്പോൾ അതുപോലെ നമ്മുടെ കഴിവിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോഴാണ് കടം പിടിക്കുന്നത്. അല്ലാതെ ഇപ്പം ഇദ്ദേഹമൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം മൾട്ടി മില്യണർ ആയില്ല. അദ്ദേഹം പടിപടിയായിട്ടാണ് മുന്നോട്ട് വന്നത്. അങ്ങനെ പടിപടിയായി മുന്നോട്ട് വരുന്നത് കൊണ്ട് തന്നെ കടമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം അതിന് നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ മുന്നിൽ മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. അറ്റ്ലസ് രാമചന്ദ്രൻ്റെ ഉദാഹരണമുണ്ട്. അറ്റ്ലസ് രാമചന്ദ്രൻ അദ്ദേഹം ഇതുപോലെ തന്നെ വളരെ ചെറിയ പടിപടിയായി വളർന്നു അവസാനം ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരുന്നൊരു കാലഘട്ടം ഉണ്ടായപ്പോൾ കൂടെ നിന്ന ആളുകൾ ചതിച്ചിട്ടാണ് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്ന് പറയും. ജയിലിൽ കിടക്കുന്ന സമയത്തും അദ്ദേഹം ഞാൻ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപതിയായി പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നു. അങ്ങനെയെല്ലാം വരുന്ന രാജാവായിരുന്ന അക്ഷരാർത്ഥത്തിൽ രാജാവിനെ പോലെ ജീവിച്ച ഒരാൾ ജയിലിൽ ഒരു സൗകര്യങ്ങളും ഇല്ലാതെ കിടക്കുമ്പോഴും അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് എന്നെ ഒന്ന് പുറത്തു വരാൻ ഒരു അവസരം തന്നാൽ ഈ കടം മുഴുവൻ ഞാൻ തീർത്ത് ഞാൻ പുറത്തു വരാമെന്ന്. ചതിച്ചതാണ്, എന്നാൽ പോലും ഞാനത് എൻ്റെ ബാധ്യതകൾ, ഞാൻ കടന്നു വന്ന തെറ്റാണ്, എൻ്റെ ബാധ്യതകൾ ഇപ്പോൾ നിയമപ്രകാരം പറയുന്ന ബാധ്യതകൾ തീർത്ത് ഞാൻ പുറത്തു വരാം, ജീവിക്കാമെന്ന് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിന്റെ കേസിൽ എന്തുകൊണ്ട് ഇദ്ദേഹം ഇത് ചെയ്തു എന്നത് വ്യക്തമായിട്ട് ഇപ്പോഴും അറിയാം. ഇതൊരു ഇതാണ്. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ വായിക്കുമ്പോഴും നേരത്തെ തന്നെ ഇത്തരം ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന സംശയം വരുന്നുണ്ട്. അത് രണ്ട് തരത്തിലാവാം. ഒന്ന്, അദ്ദേഹം വരുന്നത് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നാണ്. നമ്മുടെ ഒരു വലിയ പാരമ്പര്യം എന്ന് പറയുന്നത് ജൈന പാരമ്പര്യം നമുക്കുണ്ട്. അതായത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി എനിക്ക് ഇതിന് മേലേക്കൊന്നും നേടാനില്ല എന്ന വിശ്വാസം വന്നാൽ ജൈന സന്യാസിമാർ മരണം വരിക്കുന്നത് ഭക്ഷണം ഉപേക്ഷിച്ചിട്ടാണ്. ഹിന്ദു സന്യാസിമാർക്കും നേരത്തെ അതുണ്ടായിരുന്നു. അവരാദ്യം മറ്റ് ഫലങ്ങൾ മാത്രം ഭക്ഷിക്കും, അതിനുശേഷം പിന്നെ കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ മാത്രം ഭക്ഷിച്ച് അവസാനം അതും ഒഴിവാക്കിയിട്ട് മരിക്കുന്ന ഒരു സമ്പ്രദായം. എനിക്കിനി ഒന്നും നേടാനില്ല, എനിക്കിനി മുന്നോട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കും. എൻ്റെ ജീവിത ഞാൻ എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത് കഴിഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് മടങ്ങിപ്പോകണം. കേരള ചരിത്രത്തിലെ ഒരു തെറ്റായ സന്ദേശമായി മാറും, സമൂഹത്തിന് തെറ്റായ സന്ദേശമായി മാറും എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. ഞാൻ പറയാം, നമ്മുടെ കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഇതുപോലെ മരണം വരിച്ചിട്ടുണ്ട്. എൻ്റെ കർത്തവ്യങ്ങൾ കംപ്ലീറ്റ് പൂർത്തിയായിരിക്കുന്നു, ഇനിയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് പുറത്തു പറയാൻ അദ്ദേഹത്തിന്റെ ഫാമിലിയോ കൂടെ നിൽക്കുന്ന ആളുകളോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഞാനത് റിവീൽ ചെയ്യില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചു അത് അറിയുന്ന വളരെ ഉന്നതരായ ആളുകൾ ഇദ്ദേഹം ഇതിലും മഹാനായിരുന്നു, അല്ലെ ജീവിച്ചതിനേക്കാളും വലിയ മഹാനാവുന്നത് മരണത്തിലാണ് എന്ന് വിലയിരുത്താൻ കഴിയുന്ന ആളുകൾ വളരെ കുറച്ചുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് അത് വേറെ തരത്തിലാണ് തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജീൻ ഉണ്ട് നമ്മുടെ ഇന്ത്യക്കാരിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മഹാത്മാഗാന്ധി പറഞ്ഞ, ഇദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ വാൺസ് ലിമിറ്റ് ചെയ്യുക എന്നത് നമ്മുടെ ആവശ്യമാണ്. നമുക്ക് ഗ്രീഡാണ് പലപ്പോഴും, എനിക്ക് കൂടുതൽ വേണം. ഇപ്പോൾ എൻ്റെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഞാൻ എവിടെ ചെല്ലുമ്പോഴും ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാകും. അപ്പൊ അവര് ഒരു സ്ഥലം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവര് എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ മാനസികമായിട്ട് ക്ഷീണം സംഭവിക്കാം. ഇപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് വരുമ്പോൾ ഞാൻ രാജാവായിരുന്ന ഒരാൾ തൽക്കാലമെങ്കിലും രാജാവല്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബോധം ഉൾക്കൊള്ളാൻ കഴിയാതെ വന്ന വിഷമം വരും.